എല്ലാവർക്കും പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. ശരി, നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യുന്നത് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 4ാമത്തെ ക്ലാസ്സിൽ, we discussed the first principle of Henry Fayol. Its name is division of work. This principle states that the complex work should be divided into a number of small tasks and each task should be assigned to different employees and it leads to specialization. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, വീണ്ടും പറഞ്ഞില്ല. അപ്പോൾ we start our discussion with the second principle of Henry Fayol. The name of his second principle is authority and responsibility. കുട്ടികളെ, നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഹെൻറി ഫയോളിന്റെ 2ാമത്തെ പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിളിന്റെ പേരാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി അധികാരം, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം. മലയാളത്തിൽ അധികാരവും ഉത്തരവാദിത്വവും. ഓക്കെ, ഈ രണ്ട് ടേംസും നമുക്ക് വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടേമുകളാണ്, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും. The term authority in an organizational context or in any context means the right to give orders and instructions. Authority means the right to give orders and instructions. For example, in your class teacher or your teachers enjoy authority. They can give orders, they can give instructions to the students, and it is your duty to obey the orders given by your teachers. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിനകത്ത് എന്തുണ്ട്? നിങ്ങളുടെ ടീച്ചേഴ്സിന് അതോറിറ്റി ഉണ്ട്. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് വർക്ക് തരാനും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനും നിങ്ങൾക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ടീച്ചേഴ്സിനുണ്ട്. അതുപോലെ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് പരീക്ഷ വെക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ടീച്ചർ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പഠിച്ചു പോവുക നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതേപോലെ ഒരു കമ്പനിക്കകത്തും അധികാരവും ഉത്തരവാദിത്വവും ആവശ്യമാണ്. According to Henry Fayol, authority for the smooth running of an organization, authority and responsibility is needed. Okay, authority is the right to give orders to the subordinates, and responsibility is the duty in which the subordinates are expected to perform. Listen carefully. First sentence ഒന്ന് നോക്കുക മക്കളെ. Authority is the right to give orders and instructions to the subordinates. ഫയോൾ പറഞ്ഞു, ഒരു കമ്പനി ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു കമ്പനിക്കകത്ത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു ഒഫീഷ്യൽ റിലേഷൻഷിപ്പാണ്. ക്ലാസ്സിനകത്ത് അതൊരു ഒഫീഷ്യൽ ആണ്, ക്ലാസ്സിന് പുറത്ത് അതൊരു ഫ്രണ്ട്ലി റിലേഷൻ ആയി മാറാം. ക്ലാസ് റൂമിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ടീച്ചർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സിലബസ് ആണ്, പഠിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. അത് ഒഫീഷ്യൽ, തീർത്തും ഒഫീഷ്യലാണ്. ഇനി ലഞ്ച് ബ്രേക്കിന് നിങ്ങളെ കണ്ടിട്ട് നിങ്ങളോട് ഭക്ഷണം കഴിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ല, അവിടെ ഉള്ളത് ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആണ്. അതേപോലെ കമ്പനിക്കകത്ത് മാനേജേഴ്സും അതുപോലെ വർക്കേഴ്സ് ഒക്കെ തമ്മിൽ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്നതാണ് ഫയോൾ പറഞ്ഞത്. അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സിന് താഴെയുള്ള ജീവനക്കാർക്ക് ഓർഡേഴ്സ് കൊടുക്കാനുള്ള സുപ്പീരിയേഴ്സിന്റെ അതോറിറ്റി അല്ലെങ്കിൽ അവരുടെ റൈറ്റിനെ, അവകാശത്തെ വിളിക്കുന്ന പേരാണ് അതോറിറ്റി. അതോറിറ്റി is the right to give orders and instructions to the subordinates. എന്താണ്? Authority is the right to orders and instructions to the
subordinate, and it is the duty of a subordinate to obey the orders and instructions. Suppose a manager gives an order to a subordinate. Suppose top level manager gives an order to a middle level manager, then it is a duty of the middle level manager to complete the task or to obey the orders given by top level managers. അപ്പോൾ കമ്പനിയിൽ എന്തായിരിക്കണം എന്ന ഫയോള് പറഞ്ഞ ആൾക്കാർ തമ്മിൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഇനി ഇത്ര മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്. ആ ഫസ്റ്റ് പാരഗ്രാഫിന്റെ സെക്കൻഡ് സെന്റൻസ് ഒന്ന് വായിക്കാം മക്കളെ. അക്കോർഡിംഗ് ടു ഫയോൾ അല്ലെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്നത് this principle states that authority and responsibility are coexisting. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കോഎക്സിസ്റ്റിംഗ് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്നിന് മാത്രമായിട്ട് നിലനിൽപ്പില്ല, അതോറിറ്റി മാത്രമായിട്ട് നിലനിൽപ്പില്ല. അതോറിറ്റി ഉണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. റെസ്പോൺസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള അധികാരം കൂടെ കൊടുക്കണം. ലിസൺ, കുറച്ച് മനസ്സിലാക്കാനുണ്ട് ഇതില്. This principle, according to Fayol, authority and responsibility are coexisting. The term coexisting means the second paragraph. The meaning of coexisting is the second paragraph. What is written on the second paragraph? If authority is granted to a person, he should also be made responsible. ഒരാൾക്ക് അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കണം. എന്താ പറഞ്ഞേ? ഒരാൾക്ക് അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ടായിരിക്കണം. സപ്പോസ് ഐ ആം ദ ടോപ്പ് ലെവൽ മാനേജർ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഞാൻ ഒരു കമ്പനിയിലെ ഒരു ടോപ്പ് ലെവൽ മാനേജറാണ് എന്ന് വിചാരിക്കുക, ഗസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ എന്തുണ്ട്? കുറെ അധികാരങ്ങളുണ്ട്. അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൻജോയ് ദ റൈറ്റ് ടു കൺട്രോൾ മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ, അല്ലെങ്കിൽ നിയറസ്റ്റ് ലെവൽ ആയിട്ടുള്ള മിഡിൽ ലെവൽ. ഞാൻ ടോപ്പ് ലെവൽ മാനേജർ ആണ്. എനിക്ക് എന്ത് റൈറ്റ് ഉണ്ട്? മിഡിൽ ലെവൽസിന് വേണ്ടി മിഡിൽ ലെവൽ മാനേജേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും ഓർഡർ കൊടുക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്, അവകാശം എനിക്കുണ്ട്. ഇനി അവകാശം വീട്ടിൽ ഷെൽഫിനകത്ത് പൂട്ടി വെച്ചാൽ പോരാ, ഞാൻ എന്ത് ചെയ്യണം? ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മിഡിൽ ലെവൽ മാനേജേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? നോക്കുക, എന്താണ്? ഞാനൊരു ടോപ്പ് ലെവൽ മാനേജറാണ്. അപ്പൊ എനിക്ക് അധികാരമുണ്ട്. എന്തിനുള്ള അധികാരം? മിഡിൽ ലെവലിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്, കാരണം ഞാൻ ടോപ്പ് ലെവൽ മാനേജറാണ്. ഞാൻ എന്ത് ചെയ്യണം? അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പോക്കറ്റിലിട്ട് നടന്ന മാത്രം പോരാ, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് കിട്ടിയിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് മിഡിൽ ലെവൽ മാനേജേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ എനിക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൂടെ കിട്ടി? റെസ്പോൺസിബിലിറ്റി കൂടെ കിട്ടി. അതാണ് കോഎക്സിസ്റ്റിംഗ്. Similarly, if anybody is made responsible, he should be given sufficient authority. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കുക മക്കളെ. Similarly, if anybody is made responsible for a task, he should be given sufficient authority to perform it. ഇനി പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. എന്താണ്? ഞാൻ ഒരു കമ്പനിയിലെ ടോപ്പ് ലെവൽ മാനേജറാണ്. ഓക്കെ, എന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു മിഡിൽ ലെവൽ മാനേജറാണ് മിസ്റ്റർ എബ്രഹാം. മിസ്റ്റർ എബ്രഹാം എന്ന് പറയുന്നത് എന്റെ വർക്ക് ചെയ്യുന്ന ഒരു മിഡിൽ ലെവൽ മാനേജറാണ്. മനസ്സിലായി? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു. അദ്ദേഹത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു. എന്താണ്? പർച്ചേസ് മാനേജറാണ് എബ്രഹാം. അപ്പൊ എന്ത്? ഡൽഹിയിൽ പോയിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ ആർക്ക് കൊടുത്തു? എബ്രഹാമിന് കൊടുത്തു. ഡൽഹിയിൽ പോയിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു ഓർഡർ ഞാൻ ആർക്ക് കൊടുത്തു? എബ്രഹാമിന് കൊടുത്തു. ഇനി അപ്പൊ അവൻ എന്ത് കിട്ടി? റെസ്പോൺസിബിലിറ്റി കിട്ടി. അപ്പൊ ഇപ്പൊ റെസ്പോൺസിബിലിറ്റി കിട്ടി. ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്തുകൂടെ കൊടുക്കണം? ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള അധികാരം കൂടി അവന് കൊടുക്കണം. അവിടെ ചെന്ന് അതിന്റെ റോ മെറ്റീരിയൽസ് നമുക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലയറുമായിട്ട് സംസാരിക്കാനും നമ്മുടെ ഡീല് ഉറപ്പിക്കാനും കോൺട്രാക്ട് സൈൻ ചെയ്യാനൊക്കെയുള്ള റൈറ്റ് കൂടെ, അധികാരം, അതോറിറ്റി കൂടെ എബ്രഹാമിന് കൊടുക്കണം. അപ്പോ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് അതോറിറ്റി ഉണ്ട്, ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ട് എബ്രഹാമിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അതെന്റെ റെസ്പോൺസിബിലിറ്റി. ഞാൻ എന്റെ അധികാരം കൃത്യമായിട്ട് വിനിയോഗിച്ചു. അപ്പോ ഇനി എബ്രഹാം മിഡിൽ ലെവൽ മാനേജർ ആണ്. അദ്ദേഹത്തിന് ഇപ്പൊ എന്ത് കിട്ടി? റെസ്പോൺസിബിലിറ്റി കിട്ടി. എന്ത് റെസ്പോൺസിബിലിറ്റിയാ? ഞാൻ പറഞ്ഞ കാര്യം, ഡൽഹി പോവുക, റോ മെറ്റീരിയൽ വാങ്ങിക്കുക.
അത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവനൊരു അധികാരം കൂടെ കൊടുത്തു. നെക്സ്റ്റ് മുതൽ നിനക്ക് എന്ത് ചെയ്യാം, കമ്പനിയിലേക്ക് വരാതെ ഡൽഹിയിലേക്ക് പോവാം, അവിടെ പോയിട്ട് അവരുമായിട്ട് സംസാരിക്കാം, അവരുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാം, ജസ്റ്റ് എന്നെ ഇൻഫോം ചെയ്യുക, അത് നിന്റെ അധികാരമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അതോറിറ്റി കൂടെ കൊടുത്തു. അതാണ് കോ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ അതോറിറ്റിക്കോ റെസ്പോൺസിബിലിറ്റിക്കോ മാത്രമായിട്ടൊരു നിലനിൽപ്പില്ല, രണ്ടും കൂടി ഒരുമിച്ചാണ് നിലനിൽപ്പ്. അപ്പൊ എന്താണ് കോ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, according to Fayol, authority and responsibility are coexisting. It means if authority is granted to a person, he should be responsible, and similarly if responsibility is granted to a person, he should be given sufficient authority to perform it. ശരിക്കും ഒന്നോ രണ്ടോ തവണ കേട്ട് ക്ലിയർ ആക്കണം മക്കളെ, കാരണം കോ എക്സിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മനസ്സിലായി എന്ന് കരുതി നമുക്ക് മൂന്നാമത്തെ പ്രിൻസിപ്പിളിലേക്ക് പോവാം. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് മൂന്നാമത്തത്, ഡിസിപ്ലിൻ, അച്ചടക്കം. The third principle of Henry Fayol is discipline. According to Fayol, discipline is needed. Fayol പറഞ്ഞത്, if you want to control your organization properly, according to Fayol, discipline is needed in an organization. According to Fayol, in order to control the activities of an organization properly, proper discipline is needed. നമുക്കറിയാം, ഒരു നിങ്ങളുടെ സ്കൂളിന്റെ സക്സസ് എന്ന് പറയുന്നത് മാർക്ക് മാത്രമല്ല, നിങ്ങളുടെ വിദ്യാലയത്തിലുള്ള അച്ചടക്കം കൂടെയാണ്. നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളുണ്ട്, പക്ഷെ തലതെറിച്ച കുട്ടികൾ കുറെ ഉണ്ടെങ്കിൽ എന്താണ്, അതിനൊരു ഇമേജ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഓവറോൾ കൺട്രോളിങ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിർബന്ധമായിട്ട് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ കാണാം, 9 മണിക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ മാർ എന്ത് ചെയ്യുന്നു, 9:10 വരിക, 9:15 വരിക, 9:30 വരിക, ബസ് കിട്ടിയിട്ടില്ല എന്ന് പറയാ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ആ ഓവറോൾ വർക്കിങ്ങിനെ തന്നെ എഫക്ട് ചെയ്യുന്നു. അപ്പൊ ഫയോൾ പറഞ്ഞ കാര്യം ഇതാണ്, സ്കൂളൊന്നും കൺസിഡർ, ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയെ മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ടാക്കണം, കൃത്യമായിട്ട് നിയമാവലി ഉണ്ടാക്കണം. അത് ഏത് സമയത്ത് തുടങ്ങും, എന്ത് സമയത്താണ് പിന്നെ വൈകുന്നേരം ജോലി തീരുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഫയോൾ പറഞ്ഞ കാര്യം in order to control organization properly, proper discipline is needed. Discipline is the obedience to organizational rules, respect of authority and employment agreement which are necessary for the working of the organization. It ensures the smooth running of the organization and applicable for workers and management. Discipline is the obedience. Discipline is the obedience to organizational rules, respect of authority and employment agreement. Discipline എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, obedience to organizational rules, ഒരു കമ്പനിയിലുള്ള റൂളുകൾ അനുസരിക്കുക. റെസ്പെക്ട് ഓഫ് അതോറിറ്റി, അധികാരികളെ, മാനേജേഴ്സിനെ, സുപ്പീരിയേഴ്സിനെ ബഹുമാനിക്കുക, റെസ്പെക്ട് കൊടുക്കുക. ആൻഡ് എംപ്ലോയ്മെന്റ് അഗ്രിമെന്റ്, അതായത് കമ്പനിയിലുള്ള ജോലി കിട്ടുന്ന സമയത്ത് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ പഠിച്ചിട്ടുണ്ട് സർവീസ് കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റിൽ ചില റൂൾസ് ഉണ്ടായിരിക്കും, ഇത്ര സാലറി കിട്ടും, ഇത്ര DA കിട്ടും, ഇത്ര HR എന്നുള്ള റൂൾസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒബേ ചെയ്യുക, അതൊക്കെ അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസിപ്ലിൻ. ഇറ്റ് എൻഷുവേഴ്സ് ദ സ്മൂത്ത് റണ്ണിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ആപ്ലിക്കബിൾ ഫോർ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. ഇത് കമ്പനിയുടെ സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിനെ സഹായിക്കുന്നു. കൂടാതെ ഇത് വർക്കേഴ്സും പാലിക്കണം, മാനേജേഴ്സും പാലിക്കണം. ഡിസിപ്ലിൻ ഈസ് നീഡഡ് ഫോർ വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ്. ഇത്രയേ ഉള്ളൂ, വളരെ വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് 2 പ്രിൻസിപ്പിൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാര്യം ഒരുപാട് അരമണിക്കൂറൊക്കെ ക്ലാസ് പോയി കഴിഞ്ഞാൽ കുറെ കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല ഒരു ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് തേർഡ് വൺ ഡിസിപ്ലിൻ. ഓക്കെ, അപ്പോ മറ്റ് 4ാമത്തെ പ്രിൻസിപ്പിൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം. എല്ലാ കുട്ടികളും ക്ലാസ് നന്നായിട്ട് കാണുക. നോട്ട്സ് ആവശ്യമുള്ള കുട്ടികൾ ബ്ലോഗ് വിസിറ്റ് ചെയ്യുക. എന്താ ബ്ലോഗ് അഡ്രസ്? hsstimes.blogspot.com. ഇതാണ് ബ്ലോഗ് അഡ്രസ്. അതിനകത്ത് ഇതിന്റെ നോട്ടും ഈ സ്ലൈഡും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നുകൂടെ പറയാം, ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.